ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വസ്തതയുള്ള ദൈവത്തെയും അവിശ്വസ്തത കാണിക്കുന്ന മനുഷ്യൻ്റെയും രൂപം വചനം വ്യക്തമാക്കുകയാണ്. ഭാരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവ നമ്മളെ ഭാരപ്പെടുത്താൻ വേണ്ടിയൊന്നുമല്ല, ഭാഗ്യമുള്ളൊരു ജീവിതത്തെ രൂപപ്പെടുത്താൻ വേണ്ടി തന്നെ തന്നതാണ്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹവും ഔദാര്യവുമാണെന്ന് ചിന്തിക്കുന്നിടത്താണ് ജീവിതവിശുദ്ധി ആരംഭിക്കുന്നത്. കഴിവുകളുണ്ടാവാം, മഹത്വം നമുക്കുണ്ടാവാം, ഒത്തിരി വലിപ്പങ്ങൾ പറയുവാൻ കാരണങ്ങളുമുണ്ടാവാം. പക്ഷെ അപ്പോഴും മറക്കാൻ പാടില്ലാത്ത ഒന്നേ ഉള്ളൂ, എവിടുന്നോ എങ്ങനെയൊക്കെ ദാനമായി ലഭിച്ച ചിലതൊക്കെയാണ് ഇന്നും നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നത്. അദൃശ്യമായ ദൈവത്തിൻ്റെ കരങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എന്തുമാത്രം ജീവിത ദുസ്സഹമായ അനുഭവങ്ങളിലേക്ക് വഴുതി പോകുമായിരുന്നു. കാത്തു പരിപാലിക്കുന്നവനെ ഏറ്റവും വിശുദ്ധി നിറഞ്ഞ ഹൃദയത്തോടെ കാണുവാൻ നമുക്ക് പഠിക്കാം. കഠിന ഹൃദയത്തോടെ കാണേണ്ടവരല്ല നമ്മളൊന്നും, കാർക്കശ്യത്തോടെ ചിന്തിക്കേണ്ടവരുമല്ല നമ്മളൊന്നും. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവയൊക്കെ എത്ര ഔദാര്യ മനസ്സോടെ ആനന്ദത്തോടെ നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. കിട്ടിയതും അനുഭവിച്ചതും കണ്ടുമുട്ടിയതും എല്ലാം ദൈവത്തിൻ്റെ ദാനം തന്നെയല്ലേ. അതിനെ ഓർത്ത് നമുക്ക് അഹങ്കരിക്കാനൊന്നും തന്നെയില്ല. അഹങ്കരിക്കുന്നവർ ദൈവത്തിൻ്റെ കൃപകളിൽ അഹങ്കരിക്കുക എന്ന വചനം എത്ര വ്യക്തമായി തന്നെയാണ് നമ്മുടെ കാതുകളിൽ പതിക്കുന്നത്. ഇന്നത്തെ വചനവും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. വിശ്വസ്തനായ യജമാനൻ തൻ്റെ ദാസരെ വിശ്വസിച്ചുകൊണ്ട് അവരെ ഭരമേൽപ്പിച്ചുകൊണ്ട് അവരിൽ തൻ്റെ ജീവിതം, ചിന്തകളും ആഗ്രഹങ്ങളും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് യാത്രയ്ക്ക് പോകുകയാണ്. തിരികെ വരുമ്പോൾ തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷകളിലാണ്. എന്നിട്ടും അവിശ്വസ്തത കാട്ടുന്ന മനുഷ്യർ, ഔദാര്യം അനാദരവായി രൂപപ്പെടുത്തുന്ന മനുഷ്യർ, ചിന്തകളിൽ കഠിനതകൾ പേറുന്ന മനുഷ്യർ, എന്തിനും തയ്യാറാകുന്ന ഏറ്റവും കഠിനമായ മനോഭാവങ്ങൾ വാർത്തെടുക്കുന്ന മനുഷ്യർ, ഔദാര്യങ്ങളൊക്കെ അവർ വിസ്മരിച്ചു പോയിരിക്കുന്നു, അനുഗ്രഹങ്ങളൊക്കെ അവർ തിരസ്കരിച്ച് കളഞ്ഞിരിക്കുന്നു. പിന്നീട് എങ്ങനെയാണ് ദൈവത്തിന് അവരോട് സ്നേഹം തോന്നുക? എന്നിട്ടും ക്ഷമിക്കുവാൻ സന്നദ്ധനാകുന്നുണ്ട്. വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഓരോ അവസരങ്ങളും ഓരോ അനുഗ്രഹങ്ങളാണെന്ന് ചിന്തിക്കട്ടെ. കഴിവുകളുടെ മേൽ ദൈവം നൽകുന്ന അനുഗ്രഹമൊന്നുമല്ല, ദൈവം കരുണാമയനായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കൃപകൾ മാത്രമാണ്. എന്നിട്ടും മനുഷ്യനിങ്ങനെ വേർതിരിഞ്ഞു നിൽക്കുന്ന വേറിട്ട മനോഭാവത്തോടെ ദൈവത്തെ എതിർക്കുന്നു, മനുഷ്യനോട് മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നു, സ്നേഹശൂന്യതകളിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്നു. തൻ്റെ ഇടം നല്ലതാണ്, പക്ഷേ നമ്മളെ നമ്മളാക്കുന്നവരോട് നമുക്ക് വേണ്ട ഒരു വിധേയത്വവും മനോഭാവങ്ങളും വേണ്ടതല്ലേ. വിസ്മരിച്ചു പോകുന്ന മനുഷ്യരെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നും അവസാനിക്കാത്ത ദൈവസ്നേഹത്തെക്കുറിച്ചും അവൻ്റെ കരുതലിനെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ നല്ല വിചാരങ്ങളുണ്ടാവട്ടെ. നമ്മളായിരിക്കുന്നതും അനുഭവിക്കുന്നതും കിട്ടിയതും കൊണ്ടു നടക്കുന്നതും ആർജിച്ചതും ആഘോഷിക്കുന്നതുമൊക്കെ തന്നെ നമ്മളെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ സ്നേഹത്തിൻ്റെ മുമ്പിലും ത്യാഗങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് വില കുറച്ചൊന്നും കാണാതിരിക്കട്ടെ. എല്ലാം വിലപ്പെട്ടതായി കാണണമെങ്കിൽ വിലമതിക്കുന്നൊരു ഹൃദയമുണ്ടാവണം. ദൈവം നമ്മളോട് ഔദാര്യം കാട്ടുമ്പോൾ നമുക്കെങ്ങനെ ഇത്ര കാർക്കശ്യത്തോടെ കാഠിന്യത്തോടെ ജീവിക്കാൻ സാധിക്കും? മടങ്ങി വരാം മാനസാന്തരത്തിൻ്റെ മനസ്സോടെ. ആമീൻ.